വെൽക്കം ടു ഹാപ്പി ലൈഫ് TV. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവന് മൂല്യബോധമില്ല, അവന് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എന്താണ് ഈ പൈസ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്, ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ചൊന്നുമുള്ള ചിന്ത അവനൊട്ടുമില്ല എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളുടെ ഈ മൂല്യബോധം എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? എപ്പോൾ മുതലാണ് മക്കളുടെ മൂല്യബോധം അവരിൽ വളരാൻ തുടങ്ങുന്നത്? ഇത് വളരെ പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും രക്ഷിതാക്കൾ ഗൾഫിൽ അല്ലെങ്കിൽ പിതാവെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ മറ്റു വിദേശ രാഷ്ട്രങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരുടെ മക്കളിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ദുസ്വഭാവമാണ് പണത്തിൻ്റെ മൂല്യം അവർക്ക് അറിയില്ലെന്നുള്ളത്. വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാക്കന്മാരുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപ എന്ന് പറയുന്നത് കേവലം ഒരു കടലാസ് മാത്രമാണ്. 5000 രൂപ എന്ന് പറയുന്നത് ഏതാനും കടലാസിൻ്റെ കഷണങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാക്കളുടെ മക്കളാണ് പലപ്പോഴും മൂല്യബോധം കുറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ റിമോട്ട് പാരൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരമായി വീട്ടിലെത്താത്ത രക്ഷിതാക്കളുള്ള മക്കളുടെ കുടുംബങ്ങളിലും അവരുടെ സ്വഭാവങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായം മുതൽ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ പ്രായത്തിൽ മക്കൾ വളർന്നു വരുന്ന സമയത്ത് തന്നെ ഈ മൂല്യബോധം അവർക്ക് പകർന്നു കൊടുക്കാത്തതിൻ്റെ ഒരു അഭാവമാണത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പലപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതായാലും നമുക്ക് അനുഭവിക്കാനൊന്നും കഴിഞ്ഞില്ല, അവനെങ്കിലും അനുഭവിക്കട്ടെ, അവളെങ്കിലും അനുഭവിക്കട്ടെ, അവർക്ക് നീ ഒരു കുറവും വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ശമ്പളത്തിൽ നിന്നും ഒരുപക്ഷെ തികയാത്ത കാശ് കടം വാങ്ങിപ്പോലും ഇവരുടെ ഇമേജ് സംരക്ഷിക്കുന്ന, മോനെ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാൻ വേണ്ടി പിതാവ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കടയിലൊക്കെ പോകുന്ന മക്കൾ, ആ മക്കളോട് ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പാൻറ് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ പാർക്ക് അവന്യൂവിൻ്റെ പാൻറ് എടുക്കാൻ പറയും, ഷൂ ചോദിക്കുമ്പോൾ ലീ കൂപ്പറിൻ്റെ ഷൂ എടുക്കാൻ പറയും, പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ടീഷർട്ട് പറയും. ഇങ്ങനെ ഓരോ സാധനങ്ങളും ബ്രാൻഡഡ് പറഞ്ഞ് ഒരുപക്ഷെ ആ മാസത്തെ പിതാവിൻ്റെ ശമ്പളം പോലും തികയാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെലവിനുള്ള കാശിൽ നിന്ന് ബഹുഭൂരിപക്ഷം എടുത്തുകൊണ്ട് അത് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്ന സമയത്ത്, ബ്രാൻഡ് സംരക്ഷിക്കപ്പെടുന്ന സമയത്ത്, അതിനുള്ള കാശ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് മൂല്യം അറിയുന്നില്ല. എന്തിനും ഏതിനും എനിക്ക് കാശ് തരാനായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ എൻ്റെ പിതാവ് എൻ്റെയോടൊപ്പം ഉണ്ട്, എനിക്ക് എന്തും എങ്ങനെയും ചെയ്യാമെന്നൊരു ബോധത്തിലേക്കാണ് അവൻ വരുന്നത്. ഇതിന് പകരം കടയിലേക്ക് ഷോപ്പിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ പോകുന്ന സമയത്ത്, മോനെ 1500 രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്, അതിൽ നിന്ന് നിനക്ക് പാൻറ്റും ഒരു ഷർട്ടും നല്ലൊരു ചെരുപ്പ് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഷൂ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ 2000 രൂപയുണ്ട്. ഇങ്ങനെ കൃത്യമായ ബജറ്റ് അവൻ അവതരിപ്പിച്ചു കൊടുത്ത് അതിനുള്ളിൽ, ആ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പർച്ചേസ് നടത്തുവാനുള്ള, ഷോപ്പിംഗ് നടത്തുവാനുള്ള ആ ഒരു തരത്തിലേക്ക്, ഇത്രയാണ് നമ്മുടെ പിതാവ് അച്ഛൻ നമുക്ക് അയച്ചു തന്നത്, ഈ കാശ് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവൻ അതിലേക്ക് ഒതുങ്ങുന്ന ഒരു മനസ്സിലേക്ക് ആ മകൻ വരുമെന്നുള്ളതാണ്. ഇങ്ങനെയാണ് ചെറിയ പ്രായത്തിൽ. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളോടുള്ള, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളോടുള്ള ഒരു കൺസേൺ, ഒരു പരിഗണനാ മനോഭാവം ഇവനിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും കണ്ടിട്ടുള്ളത്, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പാവപ്പെട്ട ഭിക്ഷക്കാരൊക്കെ വന്ന് കൈ നീട്ടുന്ന സമയത്ത് പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും. അവരുടെ മടിയിൽ ചെറിയ കൊച്ചൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ കൂടെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഭിക്ഷക്കാർ വരുന്ന സമയത്ത് ഇങ്ങനെ ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ അനുഭവിക്കും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത്, അവരുടെ ഈ അനുഭവം അഭിനയമായിട്ട് മറ്റുള്ള ആളുകൾ ഇത് കാണുന്ന സമയത്ത്, മക്കളിത് കാണുന്ന സമയത്ത് ഈ മക്കൾ എന്താണ് വിചാരിക്കേണ്ടത്? ഈ പാവപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന സമൂഹത്തിൽ അവഗണിക്കപ്പെടേണ്ടവരാണ്. ഒരു തരത്തിലും അവരോട് ഒരു പരിഗണനയും ഒരു കൺസേണും നമുക്ക് വേണ്ടതില്ല എന്നൊരു ചിന്തയിലേക്ക്, ഇതിന് പകരം പാവപ്പെട്ട കൈയില്ലാത്ത, കാലില്ലാത്ത, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ വരുന്ന സമയത്ത് 10 രൂപ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മകൻ്റെ കയ്യിൽ കൊടുത്ത്, അല്ലെങ്കിൽ മകളുടെ കയ്യിൽ കൊടുത്ത് പറയുക, മോനെ കണ്ടില്ലേ, അല്ലെ മോളെ കണ്ടില്ലേ, അവർ കൈയില്ലാത്ത ആളാണ്, അധ്വാനിക്കാൻ അച്ഛനെ പോലെ അധ്വാനിക്കാൻ കഴിയില്ല, ഉപ്പാനെ പോലെ ജോലി ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് മോള് ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം, എല്ലാവിധ ഐശ്വര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് മനസ്സിൽ ബ്ലെസ് ചെയ്തുകൊണ്ട് ഈ കാശ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ മൂല്യബോധം ഉണരും. പാവപ്പെട്ട ആളുകളോടുള്ള ഒരു കൺസേൺ ആ കുട്ടിയുടെ മനസ്സിൽ, ഒരു പരിഗണനാ മനോഭാവത്തിലേക്ക് ആ കുട്ടി വളരും. അവരുടെ വീട്ടിലും മോളെ പോലെയുള്ള മക്കളുണ്ടാകും. ആ മക്കളും ഇദ്ദേഹത്തിന് കിട്ടുന്ന കാശിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും പഠിക്കാനായിട്ട്, പുസ്തകം വാങ്ങാൻ. അങ്ങനെ ആകുമ്പോൾ ഒരു പരസ്പര
സഹകരണ മനോഭാവത്തിൽ ഈ കുട്ടിയിലേക്ക് വളർന്നു വന്നു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ ഒരിക്കലും മൂല്യബോധത്തിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ ചോദിക്കുന്നതെന്തും വാങ്ങിച്ചു കൊടുക്കുക എന്നതിന് പകരം, പറയുന്നതെന്തും സാധിച്ചു കൊടുക്കുക എന്നതിന് പകരം നമ്മുടെ ബജറ്റിൽ നിന്നുകൊണ്ട് ഷോപ്പിംഗ് നടത്തുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമ്മുടെ മക്കളെ നാം ആ ഒരു രീതിയിലേക്ക് നാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ മൂല്യബോധമുള്ളവരായി വളരും. അവർ സമൂഹത്തിന് നന്മയുള്ളവരായി, ലോകത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് ആ മക്കൾ മാറും എന്നുള്ളതാണ്. അതിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.